ഒരു പ്രഭാതം കൂടെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 2-3 വാക്യം. യാക്കോബ് ലാബാൻ്റെ മുഖത്തെ നോക്കിയപ്പോൾ അത് മുമ്പത്തെ പോലെ പ്രസാദമുള്ള മുഖമായി കണ്ടില്ല. അപ്പോൾ യഹോവ യാക്കോബിന് വെളിപ്പെട്ട് അവനോട് പറഞ്ഞു, നീ പുറപ്പെട്ട് നിൻ്റെ ചാർച്ചക്കാരുടെയും പിതാക്കന്മാരുടെയും ദേശത്തേക്ക് മടങ്ങിപ്പോവുക. ഇനിയും ഇവിടെ നിൽക്കണ്ട, ഇതാകുന്നു പുറപ്പെടുവാനുള്ള സമയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് വന്നതിന് ശേഷം ലാബാൻ വളരെ സമ്പന്നനായി. സമ്പത്തിൻ്റെ കാര്യത്തിൽ ആരെയും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ബന്ധവും സ്വന്തവും എല്ലാം മറന്നുപോകും. എങ്ങനെയാണ് ആ സമ്പത്തുണ്ടായത്, ആര് മുഖേനയാണ് എന്നുള്ളതെല്ലാം, ആ കടപ്പാടുകളെല്ലാം മനുഷ്യൻ മറക്കുന്ന ഒരു സമയമാണ് സമ്പത്തിൻ്റെ വർധനവ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബ് ലാബാനോട് പറയുന്ന ഒരു വാചകം, ഞാൻ നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ നിനക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ദൈവവും എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിൻ്റെ ഭവനത്തിൽ പാർപ്പിച്ചു, തൊട്ടതെല്ലാം ദൈവം അനുഗ്രഹിച്ചു, ഇപ്പോൾ നീ വളരെ സമ്പന്നനായിരിക്കുന്നു എന്ന് യാക്കോബ് ലാബാനോട് പറയുമ്പോൾ, നോക്കൂ, ലാബാൻ യാക്കോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് തരണം? 30-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ യാക്കോബ് ലാബാനോട് പറയുന്നത്, നീ എനിക്ക് ഒന്നും തരണ്ട. പ്രൈസ് ദി ലോർഡ്. ലാബാനിൽ നിന്ന് യാക്കോബ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിനുശേഷം ലാബാൻ്റെയും യാക്കോബിൻ്റെയും സമ്പത്തിൻ്റെ മേൽ, ആടുമാടുകളുടെ മേൽ, പുത്രീപുത്രന്മാരുടെ മേൽ എല്ലാം ദൈവം വ്യത്യാസം കൽപ്പിച്ചു, അടയാളം കൽപ്പിച്ചു. അവർ ഇരുവർക്കും തമ്മിൽ 3 ദിവസത്തെ അകലം കൽപ്പിച്ചു. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. ഭക്തന്മാരുടെ സമ്പത്തിനും അധ്വാനത്തിനും അവരുടെ കൈമുതലിനും അവരുടെ തലമുറകൾക്കും അവരുടെ കുടുംബത്തിനൊക്കെയും അവനെ ദ്വേഷിക്കുന്നവരുടെ പക്കൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി ദൈവം ഒരടയാളമിടും. അവരുടെ സമ്പത്തിനെ ദൈവം വേറിട്ട് മാറ്റും. അതിന്മേൽ ദൈവത്തിൻ്റെ കാവലുണ്ട്. ലാബാൻ്റെ ആടുമാടുകളെ പോലെ അല്ല. യാക്കോബിൻ്റെ ആടുമാടുകളെ കണ്ടാൽ, ദൂരത്ത് നിന്ന് കണ്ടാൽ അറിയാം, അത് യാക്കോബിൻ്റെ അവകാശമാണ്. ലാബാൻ അതിന്മേൽ അവകാശം വയ്ക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമുക്കും ലോകത്തിനും തമ്മിൽ അകലം വയ്ക്കുന്നു. അതിനുശേഷം ലോകക്കാർക്കും നമുക്കും തമ്മിൽ ദൈവം അടയാളം കൊണ്ട് തിരിച്ചറിയുവാൻ നമ്മുടെ മേൽ അടയാളം വയ്ക്കുന്നു, ദൂരം വയ്ക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ സമ്പത്തിന് കാണുമ്പോൾ അകന്നുപോകും. എത്ര വലിയ അടുപ്പമുള്ളവരാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും, സ്വന്തക്കാരാണെങ്കിലും, സഹോദരങ്ങളാണെങ്കിലും, ഉറ്റ സ്നേഹിതരാണെങ്കിലും, പണത്തിൻ്റെ കാര്യം വരുമ്പോൾ, സമ്പത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ഇടർച്ചയുണ്ട്. ഒരു കണക്ക് പറച്ചിൽ തെറ്റും. രണ്ടുപേരുടെയും കണക്ക് കൂട്ടലുകൾ അരിത്തമാറ്റിക് വർക്കൗട്ട് ചെയ്യില്ല. എന്തൊക്കെയോ വ്യത്യാസം. എന്തെല്ലാം പറഞ്ഞാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അവിടെ തർക്കം വരുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അകൽച്ച ഉണ്ടാകുന്നു, വേർപിരിയൽ ഉണ്ടാകുന്നു. ഇതൊക്കെ ലോക സഹജമാണ്. എന്നാൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ, ലോകക്കാരുടെ ഇടയിലുള്ള കലക്കം പോലെയല്ല. ഇവരുടെ ജീവിതത്തിൽ ഉള്ളതായ സമ്പത്തിനെയൊക്കെയും ദൈവം ആ സമയത്ത് തന്നെ വേർപിരിക്കുന്നു. പക്ഷെങ്കിൽ യാക്കോബിനെ പോലെ ഒരു വാക്ക് കൽപ്പിക്കുവാൻ, ഒരു വാക്ക് പറയുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. എന്താണെന്നറിയാമോ? നീ എനിക്ക് ഒന്നും തരണ്ട. എന്നെ വിളിച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. അവൻ സർവശക്തനാണ്, അവൻ സർവസമ്പന്നനാണ്, സകല അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്. അവൻ എനിക്കും നിനക്കും തമ്മിൽ വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വ്യത്യാസത്തെ കാണുവാൻ ആർക്ക് കഴിയുമോ അവർക്ക് മാത്രമേ ലാബാനോട് യാക്കോബ് പറഞ്ഞതുപോലെ ഒരു വാക്ക്, എനിക്കൊന്നും തരണ്ട. 30-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ലാബാൻ എന്തും കൊടുക്കുവാൻ തയ്യാറാണ് യാക്കോബിന്. കാരണം പ്രയത്നഫലം യാക്കോബിന് ഒരു അവകാശങ്ങളും ഒന്നും കിട്ടിയില്ല, ന്യായപരമായിട്ടൊന്നും കിട്ടിയില്ല. നിൻ്റെ നീതിയെ എല്ലാം അനീതിയായി വിധിക്കുമ്പോൾ
ദൈവം ന്യായാധിപതിയായി എഴുന്നേൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ലാബാൻ്റെ മുൻപിൽ വെച്ച് നിനക്ക് ധാരാളം അങ്ങ് വാരിക്കോരി അവന് ലജ്ജ തോന്നുമാറ് നിന്നെ അങ്ങ് അഭിഷേകം ചെയ്യുമെന്നല്ല, നിന്റെ സമ്പത്തിനെ ആരും അപഹരിക്കാതിരിക്കുവാൻ ദൈവം അടയാളം വെച്ച് വേർതിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിനക്കൊരു അടയാളം തരും. നിന്റെ പുത്രന്മാരെ കണ്ടാൽ അറിയാം, നിന്റെ തലമുറകളെ കണ്ടാൽ അറിയാം. അവർ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ, നിന്റെ സമ്പത്ത് അല്ലെങ്കിൽ നിന്റെ കഷ്ടപ്പാട്, നിന്റെ അധ്വാനം, നിന്റെ വിശ്വാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രത്യാശ, നിന്റെ ആ ഉപദേശം, നിന്റെ ആരാധന എല്ലാം, നിന്റെ സ്നേഹം, ഇതിനെല്ലാം ദൈവം വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്നു. ലോകക്കാരെ പോലെ അല്ല, ഒരു വ്യത്യാസം. കാരണം നിന്റെ മേൽ ഭരിക്കുന്നത് ഒരു സർവശക്തനാണ്. നോക്കൂ, ലാബാൻ്റെ മുഖം കറുത്ത് കണ്ടപ്പോൾ യാക്കോബിന് വളരെ പ്രയാസമായി. ഇത്രയും നാളും എൻ്റെ യൗവനകാലം മുഴുവനും ഞാൻ അവനെ സേവിച്ചല്ലോ, സ്നേഹിച്ചല്ലോ. അവൻ എന്നോടൊരു നന്മയും ചെയ്യാതെ അവൻ്റെ മുഖത്തെ ഇത്ര പെട്ടെന്ന് കറുപ്പിക്കുവാൻ എന്ത്? ലാബാൻ്റെ പുത്രന്മാർ വന്ന് യാക്കോബിനോട് നിന്ന് പറയുകയുണ്ടായി, എൻ്റെ അപ്പനെ കൊണ്ടാണ് നീ സമ്പന്നനായത്, എൻ്റെ അപ്പൻ്റെ മുതലാണ് നീ എല്ലാം അപഹരിച്ച് നിങ്ങളെല്ലാം എടുത്തത്. തൻ്റെ സഹോദരിമാർക്കെല്ലാം വിരോധമായിട്ട് ആൺമക്കളൊക്കെ സംസാരിച്ചു. യാക്കോബ് അവിടെ പതറിയില്ല. കാരണം യാക്കോബ് തൻ്റെ അടുത്തോടു കൂടി ഞാൻ ലാബാനോട് പറഞ്ഞത്, എനിക്കൊന്നും വേണ്ട, നീ എനിക്കൊന്നും തരണ്ട, ദൈവം തരുന്നത് മാത്രം മതി. അന്ന് രാത്രി മുതൽ ആടുമാടുകളുടെ മേൽ ദൈവം വ്യത്യാസവുമായി ഇറങ്ങി വന്നു. അവൻ്റെ ആടുകളെ എണ്ണുവാൻ തുടങ്ങി. ഒന്നിനും കുറവില്ലാതെ, എണ്ണത്തിലൊന്നും കുറഞ്ഞു പോകാതെ. ഇവിടെ ഇതാ ദൈവം യാക്കോബിനോട് കൂടെ വരാം എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ, നീ ഒരു കല്ല് വെച്ച് അതിന്മേൽ എണ്ണയൊഴിച്ച് ദൈവത്തോട് ചെയ്ത ചില വാഗ്ദത്തങ്ങളെ ദൈവം ഓർക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ്, വർഷത്തിന് മുമ്പ്, ഞാൻ പോകുന്നിടത്തൊക്കെയും നിന്നെ ആരാധിക്കും, നീ എൻ്റെ ദൈവമായിരിക്കുമെന്ന് ദൈവത്തോടൊരു വാഗ്ദത്തം ചെയ്തില്ലേ? ഒരു ഉടമ്പടി ചെയ്തില്ലേ? കഷ്ടത്തിലും നഷ്ടത്തിലും എല്ലാം ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് നീ പറഞ്ഞില്ലേ? ദൈവം അത് കണക്കിലെടുത്തു. നിന്നോട് കൂടെ വരും. നീ കഷ്ടത്തിലാകുമ്പോൾ, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, പരിഹാസത്തിൻ്റെ മധ്യത്തിൽ ദൈവം വെളിപ്പെട്ട് പറയുന്നതായ വാക്കുകളെ ഗ്രഹിച്ചറിയുവാനുള്ള ഒരു ആത്മബലം നമ്മളിലുണ്ടാകണം. അത് ദൈവത്തിൻ്റെ ഭാഷയാണ്. മനുഷ്യർ നമ്മെ നിന്ദിക്കുമ്പോൾ ദൈവം വെളിപ്പെട്ട്, നീ നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കും ചർച്ചക്കാരുടെ വീട്ടിലേക്കും മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ, യേസ് കർത്താവെ ഞാൻ പോകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഭാഷ നിനക്ക് മനസ്സിലാകണം, നമുക്ക് മനസ്സിലാകണം. ദൈവം നമ്മെ നടത്തുന്ന വിധത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാകണം. ഇതല്ല ദൈവത്തിൻ്റെ വഴി. ഇതൊക്കെയും മറ്റുള്ളവർ കാണിക്കുന്നതായ നിന്ദയും പരിഹാസവുമല്ല. ഇത് അവർ സ്വതവേ ചെയ്യുന്നതല്ല. സമയമായി. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള സമയമായി. ഇനിയും നീ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് അനുഭവിക്കേണ്ടവനല്ല. അവൻ്റെ മുഖം വ്യത്യാസമായി. എന്നാൽ നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക്, യാക്കോബിനെ സംബന്ധിച്ചോളം പല പ്രശ്നങ്ങളും. അപ്പൻ്റെ വീട്ടിലേക്ക് പോകുവാൻ തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള ഒരു ഭയം തന്നെ വേട്ടയാടുകയാണ്. അതാണ് തൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭയം. ഇത്രയും നാളും അങ്ങോട്ട് പോകാതിരുന്നത് ഏശാവിനെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ്. പക്ഷെങ്കിൽ ഏശാവിൻ്റെ ഹൃദയത്തെ ദൈവം മാറ്റിയത് യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് അങ്ങനെ പോകുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഏശാവിൻ്റെ ഹൃദയത്തിൽ ദൈവം അവനോട് മനസ്സലിവുണ്ടാക്കി. ഏശാവ് അവനെ ആലിംഗനം ചെയ്യുവാനും എതിരേൽക്കുവാനും ദൂരത്തു നിന്ന് ഓടി വന്നു തൻ്റെ സഹോദരൻ വരുന്നത് കണ്ടപ്പോൾ യാക്കോബ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത വരവേൽപ്പുകൾ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ നമുക്കായിട്ടുണ്ടാകും. ജീവിതത്തിലെ ക്ലേശങ്ങളും മറ്റുള്ളവരുടെ മുഖങ്ങളും ഒക്കെ കണ്ട് നമ്മുടെ പ്രയത്നഫലത്തിന് തക്കതായ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാതെ പോയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവം തൻ്റെ വാഗ്ദത്തം നമ്മോട് ഉറപ്പിച്ച് പറയാൻ, ഞാൻ നിനക്കും നിൻ്റെ ശത്രുക്കൾക്കും നിന്നോട് നീരസപ്പെടുന്നവർക്കും നിന്നോട് അസൂയപ്പെടുന്നവർക്കും മധ്യത്തിൽ ഞാനിതാ നിനക്ക് അടയാളം വെച്ചിരിക്കുന്നു. നിൻ്റെ തലമുറകൾക്കും അടയാളം വെച്ചിരിക്കുന്നു, നിൻ്റെ സമ്പത്തിനും അടയാളം വെച്ചിരിക്കുന്നു. ഞാൻ നിന്നോടുകൂടെ വരും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുവാൻ തക്ക ഒരു ബലം, ആത്മബലം, പ്രത്യാശ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് ദാനമായി തരട്ടെ. God bless you.